ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് പഠിക്കാം അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നതും വീവിങ് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് 12 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ്, അതായത് നമ്മൾ 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് രണ്ടറ്റവും കൂടെ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് എത്ര ലെങ്ത്താണോ വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് ഇതുപോലെ താഴേക്ക് ഇറക്കുക. കണ്ടോ, ഇതേപോലെ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ 12 സ്ട്രാൻഡ്സ് അല്ലേ, അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുക. 6 സ്ട്രാൻഡ്സിൽ ഇതുപോലെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇതുപോലെ തൊട്ടടുത്ത് നിന്നും നീഡിൽ പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ത്രെഡിൻ്റെ മുകളിലൂടെ ആകുമ്പം അടുത്ത ത്രെഡിൻ്റെ താഴേക്കൂടെ ആയിട്ട് നീഡിലിനെ കൊടുക്കുക. അപ്പോൾ തിരിച്ച് നമ്മൾ ചെയ്യുമ്പം കണ്ടോ, തൊട്ടടുത്ത ത്രെഡിൻ്റെ മീതെ കൂടെയും അതിൻ്റെ അടുത്ത ത്രെഡിൻ്റെ താഴേക്കൂടെ ആയിട്ട് വീവ് ചെയ്തെടുക്കുകയാണ്. നമ്മളിതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ വീവിങ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെയാണ്. അപ്പോൾ വോവൺ പീക്കോട്ടൊക്കെ ചെയ്തില്ലേ, അതിൻ്റെ അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ത്രെഡിൻ്റെ മീതെ കൂടെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ത്രെഡിൻ്റെ താഴെയിലൂടെയാണ് നീഡിൽ കൊടുക്കേണ്ടത്. അപ്പോൾ തിരിച്ച് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു എത്ര ലെങ്ത്താണോ കൊടുക്കുന്നത് ആ ലെങ്ത്ത് മുഴുവനായിട്ട് ഇതുപോലെ വീവ് ചെയ്തെടുക്കുക കേട്ടോ. അത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചല്ലേ. ഏകദേശം നമ്മുടെ എംബ്രോയ്ഡറി കഴിയാറായിട്ടുണ്ട് കേട്ടോ. ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറീസ് കഴിയാറായിട്ടുണ്ട്. ഇനി കുറച്ച് ട്രഡീഷണൽ വർക്കുകളും കൂടി ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ആരി വർക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് എവിടെയാണോ കഴിയുന്നത് വെച്ചാൽ അവിടെ നമുക്ക് താഴേക്ക് നീഡിൽ ഇറക്കി കെട്ടിട്ട് കൊടുക്കുക. ഇത്രയേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇനി ഇത് നിങ്ങൾക്കൊരു ഫ്ലവർ, അതായത് ഒരു ഫ്ലവറിൻ്റെ ഓരോ പെറ്റൽസ് ആയിട്ടൊക്കെ ചെയ്തെടുക്കുക. ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടുത്തെ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അറിയാമല്ലോ, അപ്പോൾ ഇതേ ലെവലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ഫ്ലവേഴ്സായിട്ടും ഉണ്ടാക്കുക കേട്ടോ.